ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതികയാണെങ്കിൽ ഇത്രയും നാളും കണ്ടിട്ടില്ലാത്തൊരു വല്ലാത്ത കലിപ്പിലായി. അംബിക പറഞ്ഞത് പ്രതാപവർമ്മയുടെ മകളല്ല നീയെന്ന്. ഇനിയും അംബിക ഈ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കരുത്, ഇന്നോടെ നിന്നെ ഞാൻ കൊന്നുകളയോടി എന്നും പറഞ്ഞ് ഋതിക അംബികയുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുവാൻ. അവർ തങ്ങളിലങ്ങനെ നല്ല പിടിവലി നടക്കുക. ആ സമയത്ത് രാജു കണ്ടുകൊണ്ട് ഓടി വരിക. രാജു വളരെ കഷ്ടപ്പെട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നുണ്ട്. ഇവരെ ഇല്ലാതാക്കാൻ ഈ വീട് തന്നെ തിരഞ്ഞെടുക്കണോ ഋതികയെ? നമ്മൾ എന്തിനാ വെറുതെ പ്രതികളാകുന്നത്? കൊലപാതകി ആരെന്നറിയാതെ ഏതെങ്കിലും ഒരു കായലിൽ ഇവരുടെ ശവം ഒഴുകി നടക്കുന്നതല്ലേ ഇതിന്റെ ബുദ്ധി? അംബിക ദേഷ്യത്തോടെ ഡാ എന്നിങ്ങനെ രാജുവിനെ വിളിക്കുമ്പോൾ രാജു പറയാം, മേഡം, ഇവിടെ മാന്യതയും മര്യാദയും സംസ്കാരമുള്ള എൻ്റെ അച്ഛനും അമ്മയോടും ഉണ്ട്. ഞങ്ങൾ സമാധാനത്തോടെയും അത്യാവശ്യം സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന വീടായത്. ഞങ്ങൾ എന്തായാലും തിണ്ണമെടുക്കൊന്നും കാണിക്കില്ല. മേഡം ഇവിടുന്ന് പോകുന്നവരെ ഞങ്ങൾ എന്തായാലും ഒന്നും ചെയ്യില്ല മേഡത്തെ. എന്നാലേ നീയും ഇവളും ചെവിയിൽ നുള്ളിക്കോടാ. നിങ്ങളുടെ ലക്ഷ്യമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പത്മയെയും പ്രതാപനെയും ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഋതിക ഒരു പൊടിക്കന്ന് ഒതുങ്ങിയതായിരുന്നു. അംബികയുടെ ഈ അഹങ്കാരോടെ കേട്ടപ്പോൾ ഋതിക വീണ്ടും ദേഷ്യം കൊണ്ട് പറയാം, എൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് ജീവിക്കും. അതിനുവേണ്ടി നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഞാൻ വേണമെങ്കിൽ കൊന്നുകളയും. സൂക്ഷിച്ചോ നിങ്ങൾ എന്നും പറഞ്ഞ് വീണ്ടും അംബിയുടെ കഴുത്തിന് കയറി പിടിക്കാൻ പോകുമ്പോൾ രാജി പിടിച്ച് മാറ്റുക. ഋതു വേണ്ട, ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇവരോട് ഇവിടെ വെച്ച് നമ്മൾ മര്യാദ കാണിക്കണം ഋതു എന്നും പറഞ്ഞ് രാജു ഋതിയെ വിളിച്ചോണ്ട് അവിടുന്ന് പോവുകയാണ്. അംബികയാന്നെ കലിവുകൊണ്ട് പല്ലും കടിച്ചു നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഭാര്യയും ഭർത്താവും ആണെന്ന് തോന്നുന്നു, അതോ ഇനി അതല്ലയോ എന്നും അറിയില്ല. ഏതായാലും ഒരു ജോഡി ഇണകൾ അതിങ്ങനെ പ്രകൃതിയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഗൗതം എന്ന് വിളിച്ചുകൊണ്ട് കൂടെ വന്ന ആ സ്ത്രീ പറയുന്നു, ഇന്നലെ ഈ വനനിരയിലെ കണ്ട കാഴ്ച വളരെ മനോഹരമായിരുന്നു അല്ലേ? അതെയോ, എന്ത് കാഴ്ച? അതൊരു മാൻകുട്ടിയെ കുറെ ചെന്നായ്ക്കൾ ഓടിച്ചിട്ട് പിടിച്ച് അവരെല്ലാം കൂടെ ഒന്നിച്ച് കടിച്ചു കീറി തിന്നുന്ന ആ കാഴ്ച. എത്ര മനോഹരമായ മനസ്സിന്റെ ഉടമയാണവൾ. അംബികയ്ക്ക് പറ്റിയ ഒരു ചങ്ങാതിയാണെന്ന് തോന്നുന്നു. അവിടെ കൂടെ വന്നവൻ അതിനേക്കാളും ക്രൂരനാണെന്ന് തോന്നുന്നു. അവൻ പറയാം, നീ പറഞ്ഞത് ശരിയാ. അത്തരം കാഴ്ചകളൊക്കെ വളരെ റെയറായിട്ടല്ലേ കാണാൻ പറ്റൂ. ഞാനതിന്റെ വീഡിയോ ഒക്കെ പകർത്തിയിട്ടുണ്ട്. എന്തായാലും ചക്കിക്കൊത്ത ചങ്കരൻ. അപ്പോൾ അവൾ, ഗൗതം അങ്ങോട്ട് നോക്കിക്കേ എന്നിങ്ങനെ പറയും. ആ സമയത്ത് റോഡിൽ കൂടെ വളരെ സ്പീഡിൽ ബൈക്കിൽ ഇങ്ങനെ ദീപക് വന്നുകൊണ്ടിരിക്കുവാണ്. ദീപക്കിനെയാണ് അവർ നോക്കിയത്. ദീപക് അവരുടെ അടുത്തോട്ട് വന്ന് ഹലോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റിയില്ല, ഇത് അംബികയ്ക്കും മോനും പറ്റിയ പാർട്ടികൾ തന്നെ. അങ്ങനെ ദീപക്കും ഗൗതവും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. കൂടെ നിന്നവൾ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാൻ സോയ ഗൗതം. ദീപക് പറയുക, ഞാൻ ആ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ മാനേജരെ കാണാനായിട്ട് വന്നതാ. നിങ്ങൾ ടൂറിസ്റ്റുകാരാണോ എന്ന് ദീപക് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദീപക്കിന് ശരിക്കും ഇവരാരാണെന്ന് അറിയില്ല. ഗൗതം പറയുന്നത്, ഞാൻ ഈ ടൂറിസ്റ്റ് ബംഗ്ലാവ് നടത്തിപ്പുകാരനാണ്. ആക്ച്വലി ഇത് എഡ്വിൻ ഗ്രൂപ്പിൻ്റെതാണ്. ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ സ്റ്റാഫുകളാണ്. ഓ, അതേതായാലും നന്നായി, നിങ്ങൾ കപ്പിളൂടാണല്ലോ. അല്ല, സാറെന്താ ഇവിടെ എന്നിങ്ങനെ ഗൗതം ചോദിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ കാണാൻ വന്ന ഒരു ബിസിനസ്, ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് നിങ്ങളോട് പറയാം. അയ്യോ, അതെന്താ സാർ എന്നിങ്ങനെ ഗൗതം ചോദിക്കുമ്പോൾ ദീപക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദീപക്കിൻ്റെ കഥയെല്ലാം കേട്ടിട്ട് ഗൗതം ചോദിക്കുന്നു, അയ്യോ സാർ എന്താ പറയുന്നത്, കൊല്ലണമെന്ന്? അതെ, ഒരു ജന്മം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാനുള്ള ഫണ്ട് ഈ ദീപക് നിങ്ങൾക്ക് തരും. ആർത്തിപ്പണ്ടാരങ്ങളാണെങ്കിലും എന്തോ ഒരു ഭയം. സാറേ, എന്നാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, സോയെ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ഗൗതം സോയയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഗൗതമും സോയയും മാറി നിന്ന് സംസാരിച്ചൊരു ഡിസിഷൻ എടുത്ത പോലെ തോന്നുന്നു. എന്നാൽ അങ്ങനെ പറയല്ലേ, അങ്ങനെ തന്നെ പറയാം ഗൗതം. എന്നിട്ട് ഗൗതം വന്ന് ദീപക്കിനോട് പറയാം, സാറേ ഇത് വലിയ റിസ്ക്കാ. പോലീസ് അങ്ങനെ പിടിച്ചാലേ ഞങ്ങളെ രണ്ടുപേരുടെയും ജന്മം തന്നെ തൊലയും. ഈ കടുവ പിടിച്ച് തിന്നൂന്നൊന്നും പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കില്ല. അവർ പുറകെ നടന്ന് പിടികൂടി സത്യം പറയിപ്പിക്കും. ഓ, അപ്പോൾ രാജുവിനെയും ഋതിയും കടുവ പിടിച്ച് തിന്നൂന്ന് വരുത്തി തീർക്കാനാണ് ദീപക് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അംബികയുടെ മോനല്ലേ ലോക തരികിട. അവൻ പറയുക, നിങ്ങൾ ഇത്രയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. പോലീസ് അങ്ങാണം തെളിവെടുക്കാൻ വന്നാലേ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ അയാളെ തന്നിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഞാനല്ലേ ഒന്നാം പ്രതിയാകുന്നത്. അങ്ങനെ ധനമോഹികളായ ആ ഭാര്യയും ഭർത്താവും ദീപക് വെച്ച ഡിമാൻഡ് അംഗീകരിച്ച് ഷേക്ക് ഹാൻഡ് കൊടുക്കുവാണ്. വലിയ സന്തോഷത്തോടെ ദീപക് പറയാം, ഈ ഓപ്പറേഷൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് താണ്ട് ഞാൻ ഇപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാം. അപ്പോൾ ദീപക് സാറിന് വേണ്ടേ റൂം? അയ്യോ വേണം, എന്നാ വാ എന്നും പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം അംബിക ആരും കാണാതെ പുറത്തു വന്ന് ദീപക്കിന് ഫോൺ ചെയ്യുക, അമ്മേ ഞാൻ ഈ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ എത്തിയിട്ടുണ്ടമ്മേ. ഒടുക്കലത്തെ തണുപ്പ് അമ്മയുടെ. എടാ, അവിടെ ചൂടോ തണുപ്പോ എന്ത് ആയിക്കോട്ടെ, എനിക്കതൊന്നും അല്ല അറിയേണ്ടത്. കാര്യങ്ങളൊക്കെ എന്തായി? അവരവിടുന്ന് പുറപ്പെട്ടോ അമ്മേ? അതിനവർ നാളെയല്ലേ പുറപ്പെടുന്നത്?
ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടമ്മേ. എങ്ങനാ മോനെ? അമ്മ അതിനൊരു പ്രതിയെ കൂടി നമുക്ക് വേണ്ടി വരും. അതെല്ലാം ഞാൻ അമ്മയ്ക്ക് അങ്ങോട്ട് വിശദീകരിച്ച് പറയാം എന്നും പറഞ്ഞ് ദീപക്ക് നടത്താൻ പോകുന്ന പ്ലാനുകളെല്ലാം അംബികയോട് പറയുവാണ്. മകന്റെ ആ വർണ്ണന കേട്ടിട്ട് അംബിക പറയാം, അക്കാര്യത്തിലൊന്നും മോനെ നീ വിഷമിക്കണ്ട, ചാവേറുകൾ ഒത്തിരി ഉണ്ടടാ, ഞാൻ അതിനുള്ള ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കി തരാം. അമ്മേ പിന്നൊരു കാര്യം, അവരെ തീർത്തതിന് ശേഷം ഞാൻ നേരെ അമേരിക്കയിലോട്ട് പോകും. അവിടെ ചെന്ന് അനന്തൻപിള്ളയുടെ മോളെ കണ്ടിട്ട് കല്യാണം കഴിച്ച് തിരിച്ചു വരും. അങ്ങനെ അനന്തൻ്റെ കോടിക്കണക്കിൻ്റെ സ്വത്തിൻ്റെ ഉടമ ഞാൻ. അയ്യോ, അത് കേട്ടിട്ട് അംബികയ്ക്ക് സന്തോഷം കൊണ്ടുപോയി. ഓ ശരി മോനെ, കോടീശ്വരനായിട്ട് എൻ്റെ മോൻ തിരിച്ചു വാ, ഓൾ ദി ബെസ്റ്റ് മോനെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. എവിടെയും നുഴഞ്ഞു കയറുന്ന കൊച്ചമണി അവിടെ മാറി നിന്നിട്ട് അംബികയുടെ അടുത്തോട്ട് ചോദിക്കുന്നു, ഐ ആം കമ്മിങ് പ്ലീസ്. ആഹാ, മുണ്ടയ്ക്കലമ്മ ഇംഗ്ലീഷൊക്കെ പഠിച്ചോ? പിന്നെ ഇല്ലേ, ഞാൻ പഴയ SSLC കാരിയല്ലേ. അത് ഇന്നത്തെ എമ്മയാണ്, അത് അംബികയ്ക്ക് അറിയാവോ? ഇനി അംബിക പറഞ്ഞ് എന്നെ കൊണ്ട് അംബികയ്ക്ക് എന്ത് സഹായമാണ് വേണ്ടത്? സഹായമോ? എന്തിന്? എൻ്റെ അംബിക ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കുളിച്ചു തൊഴുത് താമസിക്കാനോ ഒന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മൂർക്കമ്പാമ്പിന് പല്ല് കൊടുത്തിരിക്കുന്നത് കടിക്കാനാ, തേളിന് കൊമ്പ് കൊടുത്തിരിക്കുന്നത് കുത്താനാ. അതുകൊണ്ട് അംബിക എന്നോട് പറ, ആ ഋതിയെ എങ്ങനാ ശരിപ്പെടുത്തേണ്ടത്? അയ്യോ, അതിന് ഈ കൃതിയെ മുണ്ടയ്ക്കലമ്മയ്ക്കിട്ട് എന്താ ചെയ്തത്? കൃതിയെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മന്ത്രിയുടെ മകളെന്നുള്ള ഒരു അഹങ്കാരം. അതുമാത്രമല്ല, അവളെ കൊണ്ട് എനിക്കൊരു 10 പൈസയുടെ ഉപകാരവും ഇല്ല. അതുകൊണ്ട് അവളെ വാഴിക്കേണ്ട കാര്യം എനിക്കെന്താ? അംബിക ധൈര്യത്തോട് പറഞ്ഞു. കുറഞ്ഞതൊരു1000 പാരകൾ പണിയാൻ ഈ കേരളത്തിൽ ഈ കൊച്ചമ്മനെ കഴിഞ്ഞ് ആരും കാണും. ഏതു തരം പാരയാണ് അംബികയ്ക്ക് വേണ്ടത്? കട്ടപ്പാര, ഇരുമ്പ് പാര, അടയ്ക്കാമരം പാര, വളഞ്ഞ പാര, ഇതിലേത് പാരയാ വേണ്ടത്? അയ്യോ എൻ്റെ മുണ്ടയ്ക്കലമ്മയുടെ ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി. അത് പിന്നെ പാര വേണോ തോക്ക് വേണോ എന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല മുണ്ടയ്ക്കലമ്മേ. ഞാനൊന്ന് ആലോചിച്ചിട്ട് പിന്നെ പറയാം. അപ്പോഴേ അംബികെ, ആ ജഗന്നാഥനെ വെടിവെച്ച് കൊന്ന ആ തോക്കിന്റെ കാര്യം ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത്ര പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് അംബിക തൻ്റെ കൊച്ചമ്മയുടെ വായങ്ങ് പൊത്തി. കൊച്ചമ്മണി പറയാം, എനിക്ക് കാശിന് വലിയ ബുദ്ധിമുട്ടാ അംബികെ, എനിക്കൊരു ശകലം ഫണ്ട് വേണമല്ലോ. ഒരു വളിച്ച ചിരിയോടെ കൊച്ചമ്മണി ചോദിക്കുക. മനസ്സിൽ 1000 കലിയോടെ പല്ല് ഞവറിക്കൊണ്ട് ചിരിച്ച മുഖത്തോടെ അംബിക പറയാം, അതിനെന്താ തരാമല്ലോ. ഋതിക രാജുവിനോട് ചോദിക്കുന്നു, രാജു നാളെ നമുക്ക് പോകണ്ടേ? പിന്നല്ലേ പോകണ്ടേ? എന്താ ഋതു ഇപ്പം അങ്ങനെ ചോദിച്ചത്? അല്ല രാജു, അച്ഛനെ വിളിക്കണ്ടേ? വിളിക്കണം. ഋതിക്ക് ഇത് എന്ത് പറ്റി? അച്ഛനെ വിളിക്കേണ്ട നമ്മുടെ രണ്ടുപേരുടെയും കാര്യമല്ലയോ? ഈ സമയത്ത് പ്രതാപനാണെങ്കിൽ ഒരു കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഋതിയുടെ ഫോൺ കണ്ട് പെട്ടെന്ന് പ്രതാപൻ എടുക്കുന്നുണ്ട്. ഹലോ മോളെ. അച്ഛൻ കൃത്യസമയത്ത് ഡൽഹിയിൽ എത്തിയോ? എത്തി മോളെ. എൻ്റെ അച്ഛന് മനപ്രയാസം വല്ലതുകൊണ്ട്? എന്തിനാ മോളെ? അല്ല, എൻ്റെ അച്ഛൻ പോകുമ്പോൾ ആ യൂസ്ലെസ്സുകൾ എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് മഷി ഒഴിച്ചില്ലേ? അതൊന്നും സാരമില്ല മോളെ. ആ കറ ഒരു ഓർമ്മപ്പെടുത്തല, അത് ഷർട്ടിലല്ല വീണത്, എൻ്റെ മനസ്സിലാ. അതൊക്കെ കഴുകിക്കളഞ്ഞ് മനസ്സൊന്ന് ശുദ്ധമാക്കണം. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ എപ്പോഴാണ് ഹൈ റേഞ്ചിലോട്ട് പുറപ്പെടുന്നത്? നാളെ രാവിലെ അച്ഛാ. എന്നാൽ നിങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് വാ. എൻജോയ് എവരി മൂമെന്റ് ഓഫ് ട്രിപ്പ്. ഹാവ് എ സേഫ് ആൻഡ് ഹാപ്പി ജേർണി എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. രാജു, അങ്ങനെ നാളെ നമ്മൾ മലമടക്കുകൾ കയറുന്നു. കോടമഞ്ഞിൽ മുങ്ങിക്കുളിച്ച് തണുത്ത് വിറച്ച് ഒരു തുണിക്കെട്ട് പോലെ ചുരുണ്ട് കിടക്കുന്ന അട്ടകളെ പോലെ അങ്ങനെ രാജു ഋതിക ചേർത്ത് പിടിച്ച് അവിടെ റൊമാൻസ് ഇങ്ങനെ പറയുവാണ്. ഈ സമയം പ്രിയ ജയനുള്ള കഞ്ഞി കൊണ്ട് കൊടുത്ത് ജയൻ ഇങ്ങനെ ആസ്വദിച്ച് കഞ്ഞി കുടിക്കുക. ആ നല്ല കഞ്ഞി, ഞാനും ഒരു കഞ്ഞിയായില്ലേ. സ്വയം കഞ്ഞിയാണെന്ന് പറഞ്ഞ ജയേട്ടാ, നിങ്ങളെ ഞാൻ എന്തു പറയാന്? എടി പ്രിയെ, പണ്ട് സ്വാതന്ത്ര്യ സമരം നടത്തിയതിന് പല രാഷ്ട്രീയക്കാർ ഒളിവിലിരുന്നിട്ടുണ്ട്. ഞാൻ ഒളിവിൽ കഴിയുന്നത് ഇലക്ഷൻ ഫണ്ട് മോഷ്ടിച്ചിട്ടല്ലേ? അതത്ര നാണക്കേടുള്ള കാര്യമൊന്നും അല്ല ജയേട്ടാ. അഴിമതി കാണിക്കുന്നു, കാശടിച്ച് മാറ്റുന്നു ഒക്കെ രാഷ്ട്രീയക്കാർക്കൊരു അന്തസ്സാ. ഈ കഞ്ഞിയോടൊപ്പം ഒരു ഉണക്കമീൻ വറുത്തതും ഒരു ചുട്ട മുളകും ഒക്കെ ഉണ്ടായതിനെ കുറച്ച് നന്നായേനെ. അയ്യേ, എന്തുവാ ജയേട്ടാ, നിങ്ങൾ അമ്മയും മകനും ഒന്നും ഈ നല്ല ഭക്ഷണമൊന്നും കഴിക്കില്ലേ? അതിനിപ്പോൾ എൻ്റെ അമ്മ ഈത്തപ്പഴവും കിവിയും അത്തിപ്പഴവും ഒക്കെ അല്ലേ കഴിക്കുന്നത്. ഈ സമയം അവരുടെ ഡോർ ആരോ തട്ടുന്നു. അയ്യോ, പ്രിയെ ആരോ തട്ടുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് കഞ്ഞി അവിടെ വിട്ടിട്ട് ജയൻ എങ്ങോട്ടോ ഓടുന്നുണ്ട്. പ്രിയ കതവ് തുറന്ന് നോക്കുമ്പോൾ അംബികയാണ്. അല്ല പ്രിയ, ജയൻ എന്തേ? ഞാനിവിടെ ഉണ്ട് മാഡം എന്നും പറഞ്ഞ് ജയൻ വരുന്നുണ്ട്. ജയനെ ഞാൻ സഹായിക്കാം. ജയനെ ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കുകയും ചെയ്യാം. അത് മാത്രമല്ല, നല്ലൊരു വലിയ എമൗണ്ട് തന്ന് ജയനെയും പ്രിയയും ഞാൻ സെറ്റിലാക്കുകയും ചെയ്യാം. ജയൻ്റെ വീട് പണി പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, അതൊക്കെ അങ്ങോട്ട് പൂർത്തീകരിച്ച് നല്ലൊരു കാറൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടങ്ങ് താമസം മാറ്. പണത്തിനോട് ആർത്തിയുള്ള പ്രിയയാണിത് കേൾക്കുന്നത്. പിന്നെ ജയ, ഞാൻ അങ്ങോട്ടൊരു വലിയ ഉപകാരം ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ ഉപകാരം ജയൻ ഇങ്ങോട്ടും ചെയ്യണം. അത് കേട്ടിട്ട് ഉടനെ ജയൻ പറയാം, മേഡം ഈ പ്രത്യുപകാരം ചോദിക്കുന്ന ആർക്കെങ്കിലും ഇട്ട് നല്ല പണി കൊടുക്കാനുള്ള ഒരു പണിയായിരിക്കും. ഞാൻ ഒന്നിനുമില്ല മേഡം, ഓടി ക്ഷീണിച്ച് ഞാൻ വല്ലാതായി. അനന്തംപിള്ള ഇലക്ഷന് കാശിറക്കിയതിന് പോലീസ് എന്നെയും പ്രതിയാക്കിയിരിക്കുക. അതൊക്കെ ഇരിക്കട്ടെ, കിട്ടിയ തക്കത്തിന് ജയനും കുറേയൊക്കെ വാരി കൂട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം.
ജയ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ നിന്നൊക്കെ ഞാൻ മാറ്റിത്തരാമെന്ന് മാത്രമല്ല, ഒരു 10 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യാം. പ്രിയയ്ക്ക് ധനത്തിനോടുള്ള മോഹം മനസ്സിലാക്കിയാണ് അംബിക പറയുന്നത്. പ്രിയയുടെ കണ്ണ് തണ്ട മഞ്ഞളിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ തരുന്ന ഈ പൈസ കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇനി അതും പോരെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കൂട്ടിത്തരാം. ജയൻ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യണം. പ്രിയ, നീ തന്നെ പറ, ജീവിതാവസാനം വരെ രാജുവിനെ ആശ്രയിച്ച് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിയാൻ നിങ്ങൾക്ക് പറ്റുമോ? പ്രിയ, പെണ്ണുങ്ങൾക്ക് പിടിപ്പ് വേണം, എന്നാലേ ജീവിതം നന്നാവൂ, എന്നാലേ അന്തസ്സോടെ ജീവിക്കാൻ പറ്റൂ. ജയനാള് നല്ലവനാ, പക്ഷെ ജീവിക്കാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് പ്രിയ, നീ എന്തായാലും ഇവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. പ്രിയ ഒരു ആർത്തിപ്പണ്ടാരമാണ് നല്ലതുപോലെ ഈ അംബികയ്ക്ക് അറിയാം. അവളത് മനസ്സിലാക്കി തന്നെയാണ് പ്രിയയെ കൂട്ടുപിടിച്ചത്. എന്നാലേ നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചിട്ട് എന്നോടൊന്ന് പറ എന്നും പറഞ്ഞ് അംബിക അവിടുന്ന് പോവുക. ഓടിക്കേറി വന്ന മഹാലക്ഷ്മിയെ ഓടിച്ച് കളയല്ലേ എൻ്റെ ജയേട്ടാ. വേണമെങ്കിൽ ഭാഗ്യം ചെയ്ത് അവരോട് 10-15 ലക്ഷം കൂടുതൽ മേടിക്കാം. വീടിൻ്റെ പണിയും തീർത്ത് നമുക്ക് കാറും മേടിച്ച് കാറിൽ ചെത്തി നടക്കാൻ ജയേട്ടാ. ശരിയാടി പ്രിയെ, കാറിൽ ചെത്തി നടക്കാൻ നിനക്ക്. പക്ഷേ ഞാൻ അണ്ടർഗ്രൗണ്ടിലോ പോലീസ് പിടിയിലോ ആയിരിക്കും. നിനക്കറിയില്ല, ആൾ അംബിക വർമ്മയാ. അവർ കാശ് തരാമെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യം പുലിവാല് പിടിച്ചതായിരിക്കും. ഒരു പുലിവാലും ആവില്ല ജയേട്ടാ. ആ 15 ലക്ഷം വാങ്ങിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് സെറ്റിലാകാന്നേ. എടി പ്രിയെ, വേണ്ട. കാശ് ആവശ്യത്തിലേറെ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. എന്താ ജയേട്ടാ, കാശ് കുറച്ചുകൂടെ വന്നാൽ നിങ്ങൾക്ക് എന്താ തല കറങ്ങുമോ? കിട്ടുന്ന കാശ് കളയണ്ട ജയേട്ടാ. പ്രിയെ, അത് കൊലച്ചോറായിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കില്ല ജയേട്ടാ. അംബികയായിട്ടുള്ള ഡീൽ അങ്ങോട്ട് ഉറപ്പിരി. എനിക്ക് പറ്റില്ല. പറ്റണം. പറ്റിയില്ലെങ്കിലുണ്ടല്ലോ പ്രിയയുടെ മട്ടം അങ്ങ് മാറി. പ്രിയ ദേഷ്യത്തോടെ കണ്ണു മുളച്ചിങ്ങനെ നിൽക്കുവാണ് ജയൻ്റെ നേരെ. ഈ പ്രിയ അറിയാമല്ലോ നിങ്ങൾക്ക്. ദേവി കടാക്ഷിക്കുമ്പോൾ 2 കൈയും നീട്ടി അതങ്ങ് വാങ്ങിക്കണം. അങ്ങനെ രാവിലെ രാജുവും ഹൃതികയും ബ്രിട്ടീഷ് ബംഗ്ലാവിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വണ്ടിക്കകത്ത് അവരുടെ സൂട്ട് കേസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അംബികയും വീട്ടിലുള്ള എല്ലാവരെയും ചേർന്ന് ഹൃതികയും രാജുവിനെയും യാത്ര അയക്കാനായിട്ട് വന്നിരിക്കുക. വേണുവേട്ടൻ പറഞ്ഞു, മോനെ ഒത്തിരി ദൂരമുള്ളതാ, അതുകൊണ്ട് കാറ് പതുക്കെ ഓടിച്ചാൽ മതി കേട്ടോ. കൊച്ചമ്മയുടെ വക ഒരു കള്ള ലക്ഷണവും ഒരു ഉപദേശവും. കൊടുങ്കാട്ടിലോട്ടാ പോകുന്നത്. സന്ധ്യയ്ക്കുമൊക്കെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. രാത്രിയിൽ ഒട്ടും പുറത്തോട്ട് ഇറങ്ങരുത്. കാട്ടുമൃഗങ്ങളാണെങ്കിൽ വിശന്ന് വലഞ്ഞു നടക്കുക. ഇപ്പോഴാണെങ്കിൽ മാനും മ്ലാവും ഒന്നും കടുവയ്ക്കൊന്നും പിടികൊടുക്കുന്നില്ല. അതുകൊണ്ട് കടുവകളൊക്കെ വലിയ സങ്കടത്തിലാണ്. പ്രിയ പറയേ, എന്നാ തള്ളേ, നിങ്ങൾ കാട്ടിലോട്ട് ചെന്ന കടുവാ സമുദായത്തിന്റെ സങ്കടമൊക്കെ ഒന്ന് തീർത്തു കൊടുത്തിട്ട് വാ. മോളെ ഹൃതികെ, അവിടെ കാട്ടുതേൻ കിട്ടും. വരുമ്പോൾ 2 കുപ്പി ചെറുതേൻ മേടിച്ചോണ്ട് പോരെ. വല്യമ്മയ്ക്ക് ഗുബൂസ് ഇങ്ങനെ തേനിൽ മുക്കി കഴിക്കാനാ. വേണുവേട്ടൻ ഉടനെ പറ, അയ്യോ കാട്ടുപോത്തിൻ്റെ ഇറച്ചിയൊന്നും മേടിച്ചോണ്ട് വരാൻ പറയല്ലേ. കാട്ടുമൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ ഇപ്പം അകത്താവും. അംബിക അവരുടെ മുന്നിൽ ഒരു സ്നേഹപ്രകടനത്തോടെ രാജുവിനോട് ഹൃദയം പറയാം, എന്നാൽ ഇനി താമസിക്കേണ്ട, നിങ്ങൾ പോയിട്ട് വാ. എന്നിട്ട് അംബിക മനസ്സിൽ പറയാം, ഇവളുടെ അന്ത്യയാത്രയാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. രാധമ്മ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് ഹൃദയ രാധമ്മയെ വിളിച്ചുകൊണ്ട് പോയി പറയുന്നു. രാധമ്മയെ സൂക്ഷിച്ചോണോ, അംബിക അറിയാലോ, മഹാ പോയിസണ. അതേ മോളെ, ഞാൻ സൂക്ഷിച്ചോളാം. കൊച്ചമണി പാത്തും പതുങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മോളെ, രാധമ്മയോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അംബികയുടെ കാര്യമല്ലയോ. അവളെ ഇവിടെ ആളാകാനൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. ആര് പറയുന്ന കൊച്ചമണി? ഹൃദയക്കിട്ട് പാരപണിയാൻ നടക്കുന്ന കൊച്ചമണിയാണ് ഈ പറയുന്നത്. അങ്ങനെ രാജുവും ഹൃതിയെ അവരോട് സന്തോഷത്തോടൊക്കെ യാത്ര ചോദിച്ച് പുറപ്പെടുവാണ്. അംബിക രാധമ്മയോട് പറയാം, അവള് പറഞ്ഞത് എനിക്ക് മനസ്സിലായി, എന്നെ സൂക്ഷിക്കണമെന്ന് അല്ലേ. അവളെ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല രാധമ്മ. അതെ, ഞാനൊരു കുഴപ്പക്കാരിയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഞാൻ ആകെ മാറിപ്പോയി രാധമ്മേ. ഇനി നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം, അതാണ് എൻ്റെ ആശ. പാവം രാധമ്മേ അതങ്ങ് വിശ്വസിച്ച് ഞാൻ ചില കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള ഒരുക്കത്തില. ഒരു അനാഥാലയം തുടങ്ങണം. പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം. ശ്രീലക്ഷ്മിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാൻ രാധമ്മേ. മകളുടെ പേര് രാധമ്മ വല്ലാതെ നേറുന്നുണ്ട്. സങ്കടത്തോടെ രാധമ്മ പറയാം, ആ രുക്മിണി എന്നെയും മോളെ എനിക്കറിയാൻ രാധമ്മേ. ആ രുക്മിണി ഒരു പിശാച, അവൾ മനുഷ്യജീവിയല്ല. ഋതുമോളും രാജുവും വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശ്രീലക്ഷ്മിയും രാധമ്മയും തമ്മിലുള്ള വഴക്ക് ഞാൻ സോൾവ് ചെയ്തിരിക്കും. അത് ഉറപ്പാ രാധമ്മ. പാവൻ രാധമ്മയെ വശത്താക്കാൻ അംബിയെ കളിച്ചത് കളിയാ. അത് വിശ്വസിച്ച് മേഡം എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് രാധമ്മ അംബിയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. സ്വന്തം മകളുടെ ഗർഭം കലക്കിപ്പിച്ചതും ഈ സ്ഥിതിയിലാക്കിയതും ഈ അംബികയാണെന്നുള്ള കാര്യം പാവം ഈ രാധമ്മ അറിയുന്നില്ലല്ലോ. രാധമ്മയുടെ കെട്ടിപ്പിടുത്തം അംബികയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കോലോത്ത തമ്പുരാട്ടിയായി എന്നെ ഈ അലവലാതി കെട്ടിപ്പിടിക്കുന്നല്ലോ. ദീപക്ക് എന്തായാലും ആ ബ്രിട്ടീഷ് ബംഗ്ലാവിലെ മാനേജരെയും പെണ്ണും പുള്ളിയും കയ്യിലെടുത്തിരിക്കുവാണല്ലോ. അവരെയും കുട്ടി അവിടെ എല്ലാം ചുറ്റി നടന്നവൻ കാണുവാണ്. അവൾ ദീപക്കിനോട് ചോദിക്കും, എങ്ങനെ ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നു പറഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ ഐഡിയകൾ കുറച്ച് നിങ്ങളോട് പറയാം. അതിനേക്കാളും എളുപ്പമാർഗം വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളും പറ. സാറിൻ്റെ ഐഡിയ പറ സാറേ. അത് ഒന്നാമത്തത് ബെഡിൽ വെച്ചുള്ള ഇലക്ട്രിക് ഷോക്ക്.
അതുമല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൽ മാരകമായ വിഷം കലർത്തി വെച്ചും കൊല്ലാം. അത് കുറച്ച് സ്ലോ ഡെത്താ. പിന്നെ വേണമെങ്കിൽ ഫുഡിൽ വിഷം കലർത്തിയും കൊല്ലാം. അയ്യോ, അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. പോലീസ് എൻക്വയറി വന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു മെത്തേഡായിരിക്കണം ഈ കില്ലിങ്ങിന് വേണ്ടത്. അല്ല, ഞാനിതൊക്കെ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഐഡിയ എന്താന്ന് വെച്ചാൽ പറ. ഇതൊന്നും അറിയാതെ രാജുവും ഋതികയും വളരെ സന്തോഷത്തോടെ കാറിൽ വരിക. ഋതിക പറയുന്നുണ്ട്, രാജു എത്ര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്. അങ്ങനെ തെരഞ്ഞെടുപ്പ്, ടെൻഷൻ, വഴക്ക് എല്ലാം കഴിഞ്ഞല്ലേ ഒരു റിലാക്സേഷൻ. ഋതു പറഞ്ഞത് നേരാ. ഈ പാരവെപ്പുകാരെ നേരിടാനേ നമുക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. അതിനെന്താ, നേരിട്ട പാരകളെയൊക്കെ നമ്മൾ ഓടിച്ച് കളഞ്ഞില്ലേ രാജു? അയ്യോ രാജു, ഒരു മഹാമാരണത്തിനെ നമ്മുടെ വീട്ടിലിട്ടിട്ടാ നമ്മൾ പോരുന്നത്. അവരവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുവോ എന്തോ. അമ്പിയപ്പാരയുടെ കാര്യമല്ലേ ഋതു പറയുന്നത്? മിസ്റ്റർ വേണുഗോപാൽ അവിടെ താമസിക്കുന്നിടത്തോളം കാലം അവിടെ ഒന്നും നടക്കില്ല. അതോർത്തിന്റെ ഋതു പേടിക്കേ വേണ്ട. അവിടെയാണെങ്കിൽ ഇപ്പൊ പാര മാത്രമല്ലല്ലോ ഋതു, ഒരു പഴയകാല ഉലക്കയും കൂടെ ഉണ്ടല്ലോ. എൻ്റെ എൻ്റെ അമ്മ ശ്രീമതി കൊച്ചമ്മണി. രാജു, നമ്മൾ അമ്മയെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. എന്നാ ഋതു പെട്ടെന്ന് അമ്മയെ വിളിച്ച് പറ. ഈ സമയം പത്മ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ടെൻഷനിലിരിക്കുക. എല്ലാം അവസാനിപ്പിച്ചതാണല്ലോ, പിന്നെ എന്ത് ചെയ്യാൻ? എങ്ങനെയൊക്കെ നോക്കിയിട്ടും പ്രതാപേട്ടൻ്റെ മനസ്സിലോട്ട് കയറി വരുവാണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്നും അറിയാതെ വളരെ സന്തോഷത്തോടെ പാവം നമ്മുടെ രാജുവും ഋതികയും ബ്രിട്ടീഷ് ബംഗ്ലാവിലോട്ട് പോവുകയാണ്. അവിടെ അംബികയും മകനും ഒരുക്കി വച്ചിരിക്കുന്ന ചതിക്കുഴിയിലോട്ടാണ് അവർ പോകുന്നത്. അതിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടും? നല്ല മനസ്സിൻ്റെ ഉടമകളായ ഋതികയും രാജുവിനെ ഒരിക്കലും ദൈവം കൈവിടില്ല. അവിടെ അവർക്ക് വേണ്ടി നല്ലതായിട്ട് എന്തെങ്കിലും സംഭവിക്കും. അവരെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തു വന്ന ദീപക്കിനായിരിക്കും ദൈവം അവിടെ ഒരു അപകടം കൊടുക്കുന്നത് എന്നുള്ള റിവ്യൂമായിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.